നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ, എൻ്റെ എന്നുള്ള ചെറിയ വാക്കുകളാണോ? ഇതിനെ നമ്മൾ മുറുകെ പിടിക്കുമ്പോഴാണോ ജീവിതം നമ്മെ വേദനിപ്പിക്കുന്നത്? എൻ്റെ പേര്, എൻ്റെ അഭിമാനം, എൻ്റെ വിശ്വാസം, എൻ്റെ സ്ഥാനം, ഇതിനെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ അശാന്തിയിലാണ് ജീവിക്കുന്നത്. ഇതിനെ നമ്മൾ വിടുമ്പോൾ നമ്മുടെ മനസ്സ് വിശാലമാവുകയാണ് ചെയ്യുന്നത്. മനസ്സ് വിശാലമാകുമ്പോഴാണോ ശാന്തതയ്ക്ക് അവിടെ കടന്നു വരാൻ കഴിയുന്നത്. മനസ്സ് ചുരുങ്ങുമ്പോൾ ശാന്തി അനുഭവിക്കാൻ കഴിയില്ലേ? ആരെങ്കിലും നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മൾ വേദനിക്കുന്നതിന് കാരണം അവിടെ എൻ്റെ അഭിമാനം, ആ ഒരു വാക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതേപോലെ ആരെങ്കിലും നമ്മളെ പ്രശംസിക്കുമ്പോൾ അവിടെ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ മനസ്സ്, ഞാൻ എൻ്റേത് എന്നതിൻ്റെ പിടി മുറുകുമ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ലേ? ഒരു ശൂന്യമായ പാത്രത്തിനാണോ ജലത്തിനെ സ്വീകരിക്കാൻ കഴിയുന്നത്? ആ പാത്രത്തിൽ എന്താണോ ഇടുന്നത് അതെല്ലാം ആ പാത്രം സ്വീകരിക്കുന്നുണ്ട്. അതേപോലെ ഞാനെന്ന ഭാവം ഇല്ലാതാകുമ്പോൾ നമ്മുടെ മനസ്സ് ശൂന്യമാവും, ശാന്തമാവും. സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും, അവസ്ഥകൾ എന്തു തന്നെയായാലും, ആളുകൾ ഏത് രീതിയിലായാലും, ഈ ഞാൻ എൻ്റേത് എന്നുള്ള ഭാവമില്ലാതെ ഇരിക്കുമ്പോൾ അതിനെയൊക്കെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. സ്വീകരിക്കുന്ന സമയത്ത് മനസ്സിന് ശക്തിയുണ്ടാകും. സ്വീകരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവുകയാണ് ചെയ്യുന്നത്. ഈ അസ്വസ്ഥമാകുന്നതിന് കാരണം ഞാൻ എൻ്റേത് എന്നുള്ള ഭാവം. ഈ ഭാവം നമ്മളിൽ നിന്ന് പോകുമ്പോൾ, നമ്മളതിനെ വിടുമ്പോഴാണോ ജീവിതം നൽകുന്ന ആ പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം, യഥാർത്ഥ ശാന്തി. ഒരിക്കൽ ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു, ആത്മീയ മാർഗം എന്താണോ? ഗുരു പറഞ്ഞു, അതൊരു ശൂന്യമായ വഴിയാണോ? ശിഷ്യന് മനസ്സിലായില്ല. ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ശൂന്യം എന്താണോ? ഗുരു പറഞ്ഞു, ഞാൻ എൻ്റെ എന്നുള്ള ഭാവം ഇല്ലായ്മയാണോ ശൂന്യത? നമ്മൾ നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നമ്മൾ വേദനിക്കുന്നത് ഞാൻ എൻ്റേതെന്നുള്ള ആ ഒരു പിടിച്ച് വെക്കലിലാണ്. മിക്ക പ്രശ്നങ്ങൾക്കും അത് തന്നെയാണ് കാരണം. അതൊരു കുടുംബത്തിലായാലും ശരി, ഒരു ജോലി സ്ഥലത്തായാലും ശരി, ഈ ലോകത്തായാലും ശരി, എല്ലാം ഞാൻ എൻ്റേതെന്നുള്ള ആ ഒരു ഭാവത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു ഭാവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തികളായിരിക്കും നമ്മളിൽ നിന്ന് ഉണ്ടാവുക.
ഞാൻ എൻ്റേതെന്നുള്ള ഭാവം മുറുകെ പിടിക്കുമ്പോഴാണ് അത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒപ്പമുള്ള ആളുകളെയും അത് വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. അതിനെ പിടിക്കാതിരിക്കണം, അതിനെ നമ്മൾ മുറുക്കാതിരിക്കണം. അപ്പോഴാണ് നമുക്ക് ജീവിതം നൽകുന്ന ആ ഒരു ശാന്തി, സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ എന്ന ഭാവത്തിലാണോ എൻ്റേതെന്നുള്ള ഭാവത്തിലാണോ ജീവിക്കുന്നത്? ആ ഒരു കാഴ്ചപ്പാടാണോ എനിക്കുള്ളത്? ആ രീതിയിലുള്ള വാക്കുകളാണോ ഞാൻ പറയുന്നത്? പ്രവൃത്തികളാണോ എന്നിൽ നിന്നുണ്ടാവുന്നത്? ചെറുതായിട്ടുള്ള ഒരു ശ്രദ്ധ ഒരു ദിവസം നമ്മൾ നമ്മുടെ ജീവിതത്തിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ആ ഒരു ദിവസം നമ്മൾ വേദനിക്കുന്നുണ്ടെങ്കിൽ, അത് വീട്ടിലായാലും ഓഫീസിലായാലും ഏത് സ്ഥലത്തായാലും വേദനിക്കുന്നതിന് കാരണം ഞാൻ എൻ്റേതെന്നുള്ള ആ ഒരു ഭാവമാണ്. ആരെങ്കിലും നമ്മളെ വിമർശിക്കുമ്പോൾ വേദനിക്കുന്നത് ഞാൻ എൻ്റേതെന്നുള്ള ഭാവമാണ്. കാരണം ഞാൻ എൻ്റെ അഭിമാനത്തെ മുറുകെ പിടിക്കുകയാണ്. അതിനെ നമുക്ക് വിടാൻ കഴിയുന്നില്ല. പക്ഷെ ആ മുറുകെ പിടിക്കുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഞാൻ എൻ്റേതെന്നുള്ള ഭാവമാണ് എന്നെ വേദനിപ്പിക്കുന്നതെന്ന്. ശരിക്കും നമ്മുടെ മനസ്സ് ഒഴിയണമെങ്കിൽ ഈ ഞാൻ എൻ്റേതെന്നുള്ള ഭാവം വിടണം. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ നമ്മൾ നോക്കുമ്പോഴാണ് ആ പ്രകൃതി കാരണമാണ് നമ്മൾ നിലനിൽക്കുന്നത്. ആ പ്രകൃതി ഞാൻ എൻ്റേതെന്നുള്ള ഭാവമില്ലാതെയാണ് ജീവിക്കുന്നത്. ഒരു കിണറിനരികിൽ വെള്ളം എടുക്കാൻ ചെന്നു കഴിഞ്ഞാൽ കിണർ നമ്മളോട് ചോദിക്കുന്നില്ല, നീ ഏത് വിശ്വാസിയാണോ, നീ ഉയർന്നവനാണോ താഴ്ന്നവനാണോ എന്ന് കിണർ ചോദിക്കുന്നില്ല. ചിലപ്പോൾ കിണറിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് ചോദിക്കും, നീ എവിടെ നിന്നാണ് വരുന്നത്, നീ എവിടെയാണോ? ഈ ഒരു ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് എല്ലാം ഈ ഞാനെന്ന ഭാവത്തിൽ നിന്നാണ്. ശരിക്കും കിണർ അയാൾ വരുന്നതിന് മുമ്പും അവിടെയുണ്ട്. അയാൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും കിണർ അവിടെയുണ്ട്. ഇനി കിണർ അവിടെ ഇല്ലെങ്കിലും ആ വെള്ളം അവിടെയുണ്ട്. നേരത്തെയുണ്ട്, ഇപ്പോഴുണ്ട്, നാളെയുമുണ്ട്. അപ്പം ഞാനെന്ന ഭാവം, ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കുന്നത് വേദനയാണ്. കിണറിനെയോ വെള്ളത്തിനെയോ നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയില്ല. കാരണം ഇവിടെ നമ്മൾ വന്നത് ശൂന്യമായ കൈയോടെയാണ്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നതും ശൂന്യമായ കൈയോടെയാണ്.